തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയാൽ നീതിമാൻ എന്തു ചെയ്യും? 11-ാം സങ്കീർത്തനം 3-ാം വാക്യം. ഏത് വലിയ നിർമ്മിതികൾക്കും ഉറച്ച അടിസ്ഥാനം ആവശ്യമായിരിക്കുന്നത് പോലെ മനുഷ്യ ജീവിതത്തിൻ്റെയും ഉറച്ച നിലനിൽപ്പിന് നല്ല അടിസ്ഥാനം ആവശ്യമാണ്. പ്രത്യേകിച്ച് നീതിമാന്മാരുടെ കാര്യത്തിൽ അത് വളരെ കൃത്യമായി പാലിക്കണമെന്ന സന്ദേശമാണ് ഈ സങ്കീർത്തനം നമുക്ക് നൽകുന്നത്. ദാവീദ് താൻ രാജ്യഭാരം ഏൽക്കുന്നതിന് മുൻപ് ശൗൽ രാജാവിനാൽ വളരെയധികം പീഡിപ്പിക്കപ്പെട്ടു. ദാവീദിനെ കൊല്ലുവാൻ ശൗൽ വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. അപ്രകാരം ശൗലിന്റെ ഗൂഢതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ, ഒളിസങ്കേതങ്ങളിലേക്ക് ഒളിച്ചോടുവാൻ ദാവീദിനോടൊപ്പമുള്ളവർ ഉപദേശിക്കുമ്പോൾ ദാവീദ് അവരുടെ ഭീരുത്വത്തെ ശകാരിക്കുകയും യഹോവയിൽ ആശ്രയിക്കുന്നവരെ യഹോവ സംരക്ഷിച്ചുകൊള്ളും എന്ന പ്രത്യാശയിൽ ധൈര്യപ്പെടുകയും ചെയ്യുന്ന സങ്കീർത്തനമാണ് 11-ാം സങ്കീർത്തനം. അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയ നീതിമാനായിട്ടാണ് ശൗലിനെ ദാവീദ് ഇവിടെ ചിത്രീകരിക്കുന്നത്. ശൗലിന്റെ തിരഞ്ഞെടുപ്പും അഭിഷേകവും വലിയ ദൈവകൃപയുടെ ആവാസത്തോടു കൂടിയാണ് നടത്തപ്പെട്ടത്. 1 ശമൂവേൽ 10-ാം അധ്യായം 1-ാം വാക്യത്തിൽ ശൗലിനെ രാജാവായി അഭിഷേകം ചെയ്യുന്നതും 8-9 വാക്യങ്ങളിൽ അവന്റെ മേൽ ശക്തിയോടെ യഹോവയുടെ ആത്മാവ് ആവസിക്കുന്നതും അവൻ പ്രവാചക ഗണത്തോടൊപ്പം പ്രവചിക്കുന്നതും ശൗലും പ്രവാചക ഗണത്തിലായതിൽ ജനം സന്തോഷിക്കുന്നതും ഗിൽഗാലിൽ വെച്ച് അവനെ ശമൂവേൽ രാജാവായി പ്രഖ്യാപിക്കുന്നതുമെല്ലാം ദൈവാത്മ പ്രേരിതമായ സംഭവ പരമ്പരകളായിരുന്നു. അങ്ങനെ രാജാവായ ശൗലിന്റെ ആദ്യകാല നടപടികളെല്ലാം ദൈവഹിതത്തിന് അനുയോജ്യവുമായിരുന്നു. എന്നാൽ കാലക്രമേണ അവനിൽ അഹങ്കാരവും അസൂയയും വർദ്ധിക്കുകയും അവൻ ദൈവകൃപയിൽ നിന്ന് അന്യനാവുകയും ചെയ്യുന്നതായി നാം കാണുന്നു. ഗോലിയാത്ത് എന്ന ഫെലിസ്ത്യ മല്ലനെ കൊന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിച്ച ദാവീദിനെ ജനം കൂടുതൽ ഇഷ്ടപ്പെടുന്നുവെന്ന് മനസ്സിലാക്കിയ ശൗൽ ദാവീദിനെ തന്റെ ആജന്മ ശത്രുവായി കണ്ടു തുടങ്ങി. തന്റെ മകനായ ജോനാഥാനോട് ഒരു സന്ദർഭത്തിൽ ശൗൽ പറയുന്നത്, ഇശ്ശായിയുടെ മകൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തൊരിക്കലും നീയും നിന്റെ രാജത്വവും ഉറയ്ക്കുകയില്ല. ആകയാൽ ഉടനെ ആളയച്ച് അവനെ എന്റെ അടുക്കൽ വരുത്തുക, അവൻ മരണയോഗ്യനാകുന്നു. 1 ശമൂവേൽ 20:31. എത്ര കടുത്ത ശത്രുതയായിരിക്കുന്നു ശൗലിന് ദാവീദിനോട് എന്ന് കാണുക. ഇതുപോലെ ശൗൽ ദൈവകൃപയിൽ നിന്ന് അകലുന്ന അനേക സന്ദർഭങ്ങൾ തുടർന്ന് നാം വായിക്കുന്നുണ്ട്. ഫെലിസ്ത്യരുടെ ആക്രമണത്തെ ഭയന്ന് ഇസ്രായേൽ ജനത്തെ യുദ്ധത്തിന് സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ ബലിയർപ്പണത്തിൽ ബലിയർപ്പിക്കുവാനായി എത്തിച്ചേരേണ്ട ശമൂവേൽ പ്രവാചകൻ എത്തിച്ചേരുന്നതിനായി കാത്തിരിക്കാതെ തനിക്ക് അർപ്പിക്കുവാൻ അർഹതയില്ലാത്ത സമാധാനയാഗവും ഹോമയാഗവും ശൗൽ വളരെ ധാർഷ്ട്യത്തോടുകൂടെ അർപ്പിക്കുകയും അല്പം കഴിഞ്ഞ് അവിടെ എത്തിച്ചേർന്ന ശമൂവേൽ ശൗലിന്റെ നടപടിയിൽ കുപിതനായി ശൗലിനെ ശാസിക്കുന്നതായും യഹോവ നിന്റെ രാജ്യത്വം നിന്നെ നീക്കിക്കളയും എന്നവനെ ഓർമ്മിപ്പിക്കുന്നതായും 1 ശമൂവേൽ 13:13 നാം വായിക്കുന്നു. ഇതുകൂടാതെ ശൗൽ പ്രവർത്തിച്ച അനേക ഭോഷത്തരങ്ങൾ 1 ശമൂവേൽ 14-15 അധ്യായങ്ങളിൽ വിശദമായി പ്രതിപാദിക്കുന്നുമുണ്ട്. വളരെ പ്രതീക്ഷയോടെ യഹോവയായ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നു ശൗൽ. എന്നാൽ അദ്ദേഹം ദൈവവുമായുള്ള ബന്ധത്തിൽ പാലിക്കേണ്ട അടിസ്ഥാന പ്രമാണങ്ങളിൽ വിള്ളൽ വരുത്തിയതോടെ ആ ബന്ധം തകരുകയാണ്. അതുകൊണ്ടാണ് അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും എന്ന് ദാവീദ് വിലപിക്കുന്നത്. ആകയാൽ ഉറച്ച അടിസ്ഥാനത്തിൽ നമ്മുടെ ആധ്യാത്മിക ജീവിതം നമ്മൾ കെട്ടിപ്പടുക്കുന്നില്ല എങ്കിൽ ശൗലിനെ പോലെ ജീവിതം തകർച്ചയിലേക്ക് കൂപ്പുകുത്തുമെന്നത് നാം അറിഞ്ഞിരിക്കണം. തകർക്കപ്പെടുവാൻ കഴിയാത്ത അടിസ്ഥാനങ്ങളിൽ മാത്രമേ ഏത് നിർമ്മിതിയും ഉറപ്പും ഉയരവും ഉള്ളതായി പണിതുയർത്തുവാൻ കഴിയുകയുള്ളല്ലോ. മനുഷ്യനിർമ്മിതമായ കൂറ്റൻ കെട്ടിടങ്ങൾക്കും വലിയ ഉയരപാതകൾക്കുമൊക്കെ എത്രമാത്രം ആഴത്തിലാണ് അടിസ്ഥാനങ്ങൾ ഉറപ്പിക്കുന്നതായി നാം കാണുന്നത്. ഇതുപോലെ തന്നെയാണ് മനുഷ്യ ജീവിതത്തിലും സാമൂഹികവും ആത്മീയവുമായ ഔന്നത്യത്തിലേക്കുള്ള വളർച്ചയ്ക്ക് അടിസ്ഥാനങ്ങൾ ആവശ്യമായിരിക്കുന്നത്. ആത്മീയ വളർച്ചയ്ക്ക് 3 അടിസ്ഥാനങ്ങളാണ് പ്രധാനമായി വേദപുസ്തകം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. 1 വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 46 നാം കാണുന്നത്, എൻ്റെ ഈ വചനം കേട്ട് പ്രവർത്തിക്കുന്നവനെല്ലാം ആഴത്തിൽ കുഴികുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യൻ എന്നാണല്ലോ. ദൈവവചനം അനുസരിക്കുന്നതാണ് 1-ാമത്തെ അടിസ്ഥാനം. അതുതന്നെയാണ് 1-ാം സങ്കീർത്തനത്തിലും സങ്കീർത്തനക്കാരൻ എടുത്ത് പറയുന്നത്. അങ്ങനെ അടിസ്ഥാനത്തിൽ ദൈവവചനം അനുസരിക്കുന്ന അടിസ്ഥാനത്തിൽ വളരുന്നവൻ ആചരിക്കത്തെ വൃക്ഷം പോലെ ഇല വാടാതെ തക്കകാലത്ത് ഫലം കായ്ച്ച് തഴച്ച് വളർന്നുകൊണ്ടേയിരിക്കും. ആകയാൽ ഉറച്ച അടിസ്ഥാനം വേദപുസ്തകം ദൈവവചനം അനുസരിക്കലാണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. രണ്ടാമതായി
വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം കാണുന്ന വിശ്വാസം എന്ന അടിസ്ഥാനമാണ്. അവിടെ കർത്താവ് പത്രോസിനോട് പറയുന്നത്, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്നാണ്. കർത്താവ് സഭയെ ഉറപ്പിച്ച വിശ്വാസം എന്ന പാറ ക്രിസ്തീയ ജീവിതത്തിന്റെ രണ്ടാമത്തെ അടിസ്ഥാനമാണ്. കർത്താവ് സഭയെ ഉറപ്പിച്ച വിശ്വാസം എന്ന പാറ ക്രിസ്തീയ ജീവിതത്തിന്റെ രണ്ടാമത്തെ അടിസ്ഥാനമാണ്. വിശ്വാസത്തിന്റെ 3 മുഖങ്ങൾ: ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം, പരസ്പര വിശ്വാസം, സ്വയമായുള്ള ആത്മവിശ്വാസം. ഇത് ഒരേ തരത്തിൽ നിലനിർത്തുവാൻ കഴിയുമ്പോൾ മാത്രമേ വിശ്വാസം ഉറപ്പുള്ളതായ അടിസ്ഥാനമായി മാറുകയുള്ളൂ. യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹായാണെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നമ്മുടെ ജീവിതം രൂഢമൂലമാകുമ്പോൾ നമ്മുടെ വിശ്വാസമെന്ന അടിസ്ഥാനവും ഉറപ്പുള്ളതായി രൂപാന്തരപ്പെടും. മൂന്നാമത് 1 കൊരിന്ത്യർ 3:12 പൗലോസ് പറയുന്ന അടിസ്ഥാനമാണ്. യേശു ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ഇവിടെ ക്രിസ്തു തന്നെ ക്രിസ്തീയ ജീവിതത്തിന് അടിസ്ഥാനമായി മാറുന്നതായാണ് നാം കാണുന്നത്. ക്രിസ്തു ആർദ്രതയാണ്, ക്രിസ്തു സ്നേഹമാണ്, ക്രിസ്തു ക്ഷമയാണ്, ക്രിസ്തു ദാസ്യമാണ്, ക്രിസ്തു പിതാവിലേക്കുള്ള വഴിയാണ്, ക്രിസ്തു രക്ഷയുടെ വാതിലാണ്. എല്ലാ അടിസ്ഥാനങ്ങളുടെയും അടിസ്ഥാനമാണ് യേശു ക്രിസ്തു. ആകയാൽ യേശുവിനെ ദൈവപുത്രനായി സ്വീകരിച്ച് ക്രിസ്തുവിൽ അടിസ്ഥാനം ഉറപ്പിച്ച് ദൈവവചനത്തിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുമ്പോൾ 125-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത് പോലെ, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു. ആ ഒരു തരത്തിൽ നമ്മുടെ ജീവിതം ഉറപ്പുള്ളതായി തീരുവാൻ ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.